അപ്പൊ രണ്ടാൾക്കും ഗുഡ് നൈറ്റ്. പാല് എനിക്ക് വേണ്ട, നീ കുടിച്ചാ മതി. വിനേട്ടാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അതെല്ലാം മനസ്സിൽ നിന്ന് ഇനിയെങ്കിലും വിട്ടേക്ക്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു ദിവസമാ. ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന ഈ ദിവസത്തിന് എന്ത് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുള്ളത് മനസ്സിലായില്ല. 2 ആഴ്ച മുന്നേ നമ്മുടെ വിവാഹം കഴിഞ്ഞതാണ്. എല്ലാവരും കൂടി ഒരുക്കിയ ഈ മണിയറയിൽ നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതിൽ നമ്മളെക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടത് ഈ വീട്ടിലുള്ളവരായിരിക്കും. പിന്നീട് ഇന്ന് വരെ ഈ കുടുംബത്തിൽ സംഭവിച്ചതെല്ലാം നിനക്കറിയാലോ. അന്ന് മുതൽ നീയും ഈ കുടുംബത്തിലൊരു അംഗമാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു വേഷം കെട്ടി എന്റെ മുന്നിലേക്ക് വരാൻ നിനക്ക് എങ്ങനെ തോന്നി രോഹിണി? എനിക്കതാണ് മനസ്സിലാവാത്തത്. വേണ്ട, എനിക്ക് തോന്നുന്നത് കയ്യിലൊരു ഗ്ലാസ് പാലുമായി മുല്ലപ്പൂവും ചൂടി നവവധുവിനെ പോലെ നീ ഇങ്ങോട്ട് കയറി വന്നത് എന്റെ സങ്കടങ്ങളെ പരിഹസിക്കാനാണോന്നാ. എന്താ വിനേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. പക്ഷെ ആ വീണയുടെ നിർബന്ധമാ. നടക്കാതെ പോയ ആദ്യരാത്രി ഇന്നാണെന്ന് പറഞ്ഞ അവൾ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. ഒരു ഗ്ലാസ് പാല് തന്നു വിട്ടത് അമ്മയും വിമലേച്ചിയും കൂടിയാ. ശരിയാ, അവർക്കിത് നമ്മുടെ ആദ്യരാത്രിയാ. പക്ഷെ നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്ന നിനക്കറിഞ്ഞുകൂടെ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ചടങ്ങിനൊരു അർത്ഥവുമില്ല. നമ്മൾ എന്നെ ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാം പങ്കുവെച്ച് കഴിഞ്ഞതാണ്. വിനേട്ടൻ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടവനുമായി ജീവിച്ചു തുടങ്ങുന്നതിനെ പറ്റി ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? സോറി, എന്റെ മനസ്സിൽ ഇപ്പോ ഒരു സ്വപ്നവുമില്ല. മറിച്ച് ഒരു ചിന്തയുള്ളൂ, എന്റെ അനിയത്തി വിസ്മയെക്കുറിച്ച്. അവൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെന്നുള്ള ആശങ്ക മാത്രം. മുത്തശ്ശനും അവളും പറഞ്ഞതൊന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. വിനേട്ട പ്ലീസ്. സത്യം പറയട്ടെ, നിന്റെ ഈ വിനയേട്ട എന്നുള്ള വിളി പോലും എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോ. നീ കിടന്നോ, ഞാനൊരു അല്പനേരം ഒറ്റയ്ക്ക് വരാന്തയിൽ പോയിരിക്കട്ടെ. തലയൊന്ന് തണുത്ത് കിട്ടാനാ. ആർക്കും അറിയില്ലെങ്കിലും നിനക്കറിയില്ലേ, വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചൊരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു ആദ്യരാത്രി ഉണ്ടാവില്ലെന്ന്. ഞങ്ങൾ അങ്ങനെയൊന്നും. വിനേട്ടൻ പറയുന്നത് ശരിയാ. ആ മനസ്സ് മനസ്സിലാക്കാതെ ഒരു ഗ്ലാസ് പാലുമായി നവവധുവിനെ പോലെ ഞാൻ ഈ മുറിയിലേക്ക് കയറി വന്നത് ശരിയായില്ല. അത് കണ്ടിട്ട് വിനേട്ടൻ വഴക്കിട്ട് ഇറങ്ങിപ്പോയി. വിനേട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഈ ഭാര്യയില്ല, വിസ്മയ എന്ന അനിയത്തി മാത്രമാ.
ചേച്ചി സങ്കടപ്പെടണ്ട. ചേച്ചിയോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നും അല്ല ചേട്ടൻ വഴക്കിട്ടത്, എന്നെ കുറിച്ച് ഓർത്തിട്ടാ. ചേച്ചി ഇപ്പൊ വിനേട്ടനൊപ്പം വേണം നിൽക്കാൻ. ആ മനസ്സിനെ ആശ്വസിപ്പിക്കണം, ഒരിക്കലും തളരാൻ അനുവദിക്കരുത്. ഏട്ടന്റെ മനസ്സറിയാതെ മുല്ലപ്പൂ ചൂടി വിട്ടതില് ഐ എം സോറി. ചേച്ചി എന്നെ വെറുക്കരുത് പ്ലീസ്. നിന്നെ വെറുക്കാനോ? ഒരിക്കലുമില്ല. എനിക്ക് വിനേട്ടന് വേണ്ടി നീ ചെയ്ത ത്യാഗം മരണം വരെ മറക്കില്ല ഞാൻ. എങ്കിലേ ആ കണ്ണ് തുടക്കേ, എന്നിട്ട് കോളേജിൽ വന്ന് എന്നോട് വഴക്കിട്ട അന്നത്തെ അതേ തന്റേടിയായ രോഹിണിയായി വീണ്ടും നിൽക്കും. ഇനി നമ്മുടെ മുന്നിലെ വിമലേച്ചിയുടെ കല്യാണം മാത്രം ഉള്ളത്. അതുവരെ മറ്റൊരു വിഷയവും നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. നാളെ നമ്മള് വിമലേച്ചിയുടെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ പോകും. ഒപ്പം രോഹിണി ചേച്ചിയും വരണം. നമ്മള് പോകുന്നതേ നമ്മുടെ സ്വന്തം ടെക്സ്റ്റൈൽസിലാ. എന്താ ഓക്കെ അല്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.